ഓം വിഘ്നേശ്വരായ നമഃ. ആസ്ട്രോ വിജയ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ലഗ്നം എന്നതിനെക്കുറിച്ച് പരിശോധിച്ചു. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ലഗ്നമായ മേടലഗ്നത്തെക്കുറിച്ചാണ്. പൊതുവെ ഈ മേടലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏതൊക്കെ ദശകളാണ് ഗുണം ചെയ്യുക, ഏതൊക്കെ ദശകളാണ് അവർക്ക് ഗുണമല്ലാതെ വരിക എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. ആദ്യമായി ബോർഡിൽ നോക്കുക. മേടം രാശി ലഗ്നമായി വരുന്നതിനെയാണ് നാം മേടൽ ലഗ്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് മേടലഗ്നക്കാരുടെ ഒന്നാം ഭാവം. ഇത് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എന്നിങ്ങനെ വേണം കണക്കാക്കുവാൻ. മേടലഗ്നക്കാർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ദശ സൂര്യദശയായിരിക്കും. അതിനുള്ള കാരണം 1, 2, 3, 4, 5 എന്ന ത്രികോണഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. ഇത് ചിങ്ങൻ രാശിയാണ്. ഈ ചിങ്ങൻ രാശിയുടെ അധിപനാണ് സൂര്യൻ. അപ്പോൾ ഈ 5 എന്ന ത്രികോണഭാവത്തിൻ്റെ മാത്രം ആധിപത്യം സിദ്ധിക്കുന്നതുകൊണ്ട് സൂര്യൻ ഏറ്റവും ഗുണഭോക്താവായിട്ട് മേടലഗ്നക്കാർക്ക് തീരുന്നു. അടുത്ത് ഏറ്റവും നല്ല അനുകൂല ദശ വ്യാഴദശയായിരിക്കും, ഗുരുഭഗവാന്റെ. അതെന്തുകൊണ്ടെന്നാൽ ഇതാണ് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രങ്ങൾ. 1, 9, 12 ഭാവങ്ങളായി ഇത് ധനുരാശിയും ഇത് മീനരാശിയാകുന്നു. മേടലഗ്നക്കാർക്ക് ധനുരാശി 9ാം ഭാവമായി വരുന്നു. 9ാം ഭാവത്തിൻ്റെ ആധിപത്യം ഉള്ളതുകൊണ്ട് ഗുരുദശ വളരെയധികം ശോഭനമായിരിക്കും. വ്യാഴദശ നടക്കുന്ന മേടലഗ്ന ജാതകർക്ക് വളരെയധികം ഗുണം സിദ്ധിക്കുന്ന സമയമായിരിക്കും അത്. 12 എന്ന ഭാവത്തിൻ്റെ ഒരു ദോഷവശം ഉണ്ടെങ്കിലും 9ാം ഭാവം സിദ്ധിച്ചതുകൊണ്ട് ഗുരുദശ വളരെയധികം നന്നായിരിക്കും. അടുത്തത് ചൊവ്വാദശയാണ്. ചൊവ്വയ്ക്ക് ആധിപത്യം കിട്ടിയിരിക്കുന്നത് ലഗ്നത്തിൻ്റെയും അഷ്ടമത്തിൻ്റെയുമാണ്. ഇതാണ് മേടലഗ്നം. ഇത് മേടൻ രാശിയാണ്, ഇത് വൃശ്ചിക രാശിയാണ്. ചൊവ്വയ്ക്ക് ലഗ്നാധിപൻ എന്നുള്ളത് ഒരു ഗുണമെന്നുണ്ടെങ്കിലും അഷ്ടമാധിപത്യം എന്നുള്ളൊരു ദോഷമുള്ളത് കൊണ്ട് മേടലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ലഗ്നാധിപൻ എന്നുള്ളതുകൊണ്ട് ഗുണവും അഷ്ടമാധിപത്യം എന്നുള്ളതുകൊണ്ട് കുറച്ച് ദോഷവും കാണിക്കുന്നു. എങ്കിലും കൂടുതലും ഗുണഫലം സിദ്ധിക്കുവാനാണ് ലഗ്നാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനടുത്തത് കേതുവാണ്. വളരെയധികം അനുകൂലപ്രദമായ അടുത്തത് കേതു ഭഗവാന്റെ ദശയാണ്. കേതു ഭഗവാൻ ഒരിക്കലും ചൊവ്വ ലഗ്നാധിപനായ രാശികൾക്ക് ദോഷം ചെയ്യുന്നില്ല. എപ്പോഴും ചൊവ്വയ്ക്ക് അനുകൂലമായ നിലപാടാണ് കേതുദശ സ്വീകരിക്കുക. അതുകൊണ്ട് കേതു ഭഗവാന്റെ കേതുദശ വരുമ്പോൾ മേടലഗ്നക്കാർക്ക് പൊതുവെ ഒരുപാട് ദോഷമൊന്നും ഉണ്ടാകാറില്ല. ഒരു 60%, 70% ഗുണഫലം ചെയ്തിട്ട് തന്നെയായിരിക്കും കേതുദശ ഉണ്ടാവുക. അതിനടുത്ത് വരുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ 1, 2, 3, 4 ഈ 4ാം ഭാവത്തിൻ്റെ ആധിപത്യം കേന്ദ്രാധിപത്യ ദോഷമുണ്ടെങ്കിലും 10, 7 എന്നീ കേന്ദ്രത്തിൻ്റെ ആധിപത്യമിലുള്ള 4ൻ്റേതായതുകൊണ്ട് ദോഷഫലം ചെയ്യില്ല എന്നത് വേണം ഉദ്ദേശിക്കാൻ. ഏകദേശം ഒരു 60% വരെ ഗുണഫലം ചന്ദ്രനെ കൊണ്ട് സിദ്ധിക്കുന്നതാണ്. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് ബുധദശയെക്കുറിച്ചാണ്. ബുധദശ പൊതുവെ മേടലഗ്നക്കാർക്ക് അധികമൊന്നും ഗുണഫലം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്തെന്നാൽ 1, 2, ഈ 3 ഇതാണ് മിഥുനൻ രാശി. ഈ മിഥുനൻ രാശിയുടെയും ഈ 6 എന്ന കന്നിരാശിയുടെയും ആധിപത്യം ഈ 3ാം ഭാവത്തെയും 6ാം ഭാവാധിപത്യവും ഉള്ളതുകൊണ്ട് ബുധദശ വളരെ ശോഭനമൊന്നും ആയിരിക്കില്ല. കുറച്ച് ദോഷങ്ങൾ ചെയ്യുന്ന ബുധദശ തന്നെയായിരിക്കും. പക്ഷേ ഈ ബുധനെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ സിദ്ധിക്കുമ്പോൾ ബുധദശ കുറച്ച് ഗുണഫലം ചെയ്യുന്നതായിട്ട് വരുന്നു. പറയാൻ പോകുന്നത് ശുക്രദശയെക്കുറിച്ചാണ്. ശുക്രദശ പൊതുവെ മേടലഗ്നക്കാർക്ക് അധികമൊന്നും ഗുണം ചെയ്യാത്തതും കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയുമാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ ഈ 2ാം ഭാവം എന്ന മാരകാധിപത്യവും 7 എന്നുള്ള ഭാവത്തിൻ്റെ ആധിപത്യവും രണ്ടും മാരകാധിപത്യം സൃഷ്ടിച്ചിട്ട് തുലാം രാശിയാണ്.
ഇത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയുടെയും തുലാം രാശിയുടെയും ആധിപത്യം ശുക്രനെ സിദ്ധിക്കുകയും അത് 2, 7 എന്നീ ഭാവങ്ങളായി വരികയും ചെയ്തുകൊണ്ട് കുറച്ച് ശുക്രനെ മാരകത്വം കൂടുകയാണ് ചെയ്യുന്നത്. ആ ശുക്രൻ പൊതുവെ അത്ര നല്ല ഗുണഫലമൊന്നും മേടലഗ്നക്കാർക്ക് ചെയ്യാറില്ല. എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ സൂര്യൻ്റെ യോഗമോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ യോഗമോ എന്തെങ്കിലും രീതിയിൽ സിദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. ശനിയാണ്. ശനി പൊതുവെ മേടലഗ്നക്കാർക്ക് അധികം ഗുണം ചെയ്യുന്നില്ല. കാരണം മേടലഗ്നക്കാരുടെ ലഗ്നാധിപനായ ചൊവ്വയും ശനിയും ശത്രുക്കളായതുകൊണ്ട് എപ്പോഴും നല്ല ഫലം കിട്ടാൻ സാധ്യത കുറവാണ്. അത് ശനിക്ക് കിട്ടിയിരിക്കുന്ന ആധിപത്യം 10, 11 എന്നീ 2 ഭാവങ്ങളുടേതാണ്. അതിൽ 11ാം ഭാവാധിപത്യം ശനിക്ക് നല്ലതുമല്ല. കേന്ദ്രാധിപത്യം കൊണ്ടൊരു ശുഭത്വം ഉണ്ടെങ്കിലും ചൊവ്വയുടെ ശത്രുത ഗ്രഹമായതുകൊണ്ട് വളരെയധികം ഗുണഫലമൊന്നും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല. കൂടുതലും ദോഷങ്ങളായിരിക്കും ശനിദശയിൽ ഉണ്ടാവുക. രാഹുദശയാണ്. ശനിയെ പോലെ തന്നെയാണ് രാഹുവിൻ്റെയും ഫലം വരിക. കാരണം മേടലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ചൊവ്വയും രാഹുവും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. അവർ തമ്മിൽ ശത്രുത മനോഭാവമാണ് കാണിക്കാറുള്ളത്. അതുകൊണ്ട് രാഹുദശയും ശനിദശയും മേടലഗ്നക്കാരെ സംബന്ധിച്ച് വളരെയധികം സൂക്ഷിക്കേണ്ട ദശകളാണ്. എങ്കിലും വ്യാഴദൃഷ്ടി കിട്ടുകയോ വ്യാഴത്തിന് ശനിദൃഷ്ടി കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ ശനിക്ക് കുറച്ച് പാപത്വം കുറയുകയും കുറച്ച് നല്ലത് കാണിക്കാനും സാധ്യതയുണ്ട്. ഈ ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ 4 ഗ്രഹങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിക്കുകയും അതേസമയം ഇവരുടെയെല്ലാം ദൃഷ്ടികൾ വ്യാഴത്തിന് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുറച്ച് നല്ല ഫലങ്ങൾ കാണിക്കാനുള്ള സാധ്യത ഈ 4 ഗ്രഹങ്ങളുണ്ട്. എങ്കിലും അതൊരു 50% താഴെ മാത്രമേ ഗുണഫലം ചെയ്യുവാൻ സാധ്യതയുള്ളൂ. ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് സൂര്യൻ, ഗുരു എന്നീ 2 ഗ്രഹങ്ങളായിരിക്കും. അത് കഴിഞ്ഞാൽ ചൊവ്വ, കേതു, ചന്ദ്രൻ എന്നീ ഇവരുടെ ദശകൾ കുറച്ച് ഗുണം ചെയ്യുന്നതായിരിക്കും. ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നിവരുടെ ദശകൾ അത്രയധികം ഗുണഫലം നൽകുന്നതായിരിക്കില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇടവ ലഗ്നത്തെക്കുറിച്ച് പരിശോധിക്കാം. നന്ദി, നമസ്കാരം.